ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, നെവിൻ ഇരുന്നിട്ട് ബിൻസിയോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബക്കാർ അനുഭവിച്ചത് അതെനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് സൈബർ ബുള്ളിങ് ബിഗ് ബോസ് എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് തന്നോളൂ, എന്ത് തന്നെ എന്നെ ചെയ്തോളൂ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആസ്വദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടുകാർ, അതായത് ഷാനവാസിൻ്റെ കേസാണ്, ഷാനവാസ് ആ വൃത്തികേട് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ഇത് ശരിക്കും കുത്തിപ്പൊക്കിയത് ബിൻസിയാണ് കേട്ടോ. ബിൻസിക്ക് ഷാനവാസിനോട് പക, ഭയങ്കര പക. എല്ലാവരുടെ അടുത്തും ചെന്ന് ചോദിക്കുന്നുണ്ട്, അനുമോളടുത്തും ചോദിക്കുന്നുണ്ട്, ഷാനവാസ് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഇപ്പോഴാ നെവിനെ കുത്തിപ്പൊക്കുന്നുണ്ട് ഷാനവാസിനെതിരെയായിട്ട്. അങ്ങനെ പക വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഷാനവാസിനോട് നെവിനും പകയുണ്ട്. എൻ്റെ വീട്ടുകാർ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും, ശൈത്യയ്ക്കാണെങ്കിൽ അനുമോളോട് ഭയങ്കര പകയായിട്ട് നിൽക്കുന്നത്. ശാരികയ്ക്കോ ആദിലയായിട്ട് പക. കാരണം ശാരിക ആദിലയുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആദിലനെ തകർക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശൈത്യയും ആദിലും കൂടി ഫ്രണ്ട്ഷിപ്പ് കൂടിയപ്പോൾ ചോദിച്ചു, നിനക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കിട്ടിയത് പോരെ? അതിൽ തന്നെ അത്യാവശ്യം നല്ല പേരുകൾ പുറത്തുണ്ടല്ലോ, ഇനി അടുത്ത ഫ്രണ്ട്ഷിപ്പും കൂടി ആയിട്ട് നിനക്ക് അടുത്ത പേരും കൂടിയിട്ട് കിട്ടണോ എന്ന് ചോദിച്ചു. തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അത് കളി കാര്യമായിപ്പോയി. അവസാനം ശാരിക പറഞ്ഞു, എന്താണ്, നീ ഒരു അഡ്വക്കേറ്റ് അല്ല, അഡ്വക്കേറ്റ് ആണെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ ശൈത്യ പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും പ്രതികരിക്കുന്നു വേണ്ട, എൻ്റെ കൺമുന്നിൽ കാണുന്ന ചിലതിന് മാത്രം എനിക്ക് പ്രതികരിച്ചാൽ മതി. നിങ്ങളോട് ആര് പറഞ്ഞു അഡ്വക്കേറ്റ് അങ്ങനെയാണെന്ന്? അഡ്വക്കേറ്റുകൾ എല്ലാവരും ഇങ്ങനെ പ്രതികരിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശൈത്യ. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രൊഫഷനെ തൊട്ട് കളിച്ചോട് കൂടിയിട്ട് ശൈത്യയ്ക്ക് ആകെ ഇളകി. ശൈത്യ പറഞ്ഞു, എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്. അപ്പോൾ ശാരിക പറഞ്ഞു, നിൻ്റെ പ്രൊഫഷനെ എന്ന് പറഞ്ഞാൽ ശൈത്യ എന്ന അഡ്വക്കേറ്റിനെയാണ് ഞാൻ പറയുന്നത്, മൊത്തം അഡ്വക്കേറ്റിനെയല്ല. അങ്ങനെ ശൈത്യ ശാരികയും കൂടി പൊരിഞ്ഞടി. പിന്നെ ശാരികയ്ക്കാണെങ്കിൽ നമ്മുടെ ആദ്യത്തേക്ക് ഭയങ്കര ദേഷ്യമാണ്, നൂറേ ദേഷ്യമില്ല. അപ്പോൾ പറയുന്നുണ്ട്, ആരാണ് ഇട്ടങ്ങളെ ബട്ടർഫ്ലൈസ് എന്ന് വിളിച്ചത്? അപ്പം നമ്മുടെ അപ്പാൻ്റെ ശരത്ത് പറയണ്ട, അത് നമ്മുടെ മുൻഷിയാണെന്ന് പറയുന്നത്. ഇവർ ബട്ടർഫ്ലൈസ് അല്ല കേട്ടോ, ഇവർ മണിയനീച്ചകളാണ്, എല്ലാത്തിനും ചേർന്ന് കൊത്തിപ്പറിക്ക് എന്നൊക്കെ മണിയനീച്ചകളാണെന്നൊക്കെ പറയുന്നുണ്ട്.